മുഖ്യമന്ത്രിയുടെ മകനും ഇഡിയുടെ സമൻസ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പുറത്തുവരുന്നു. വിവേക് കിരണ് സമൻസ് അയച്ചത് ലൈഫ് മിഷൻ കേസിലാണ്. 2023 അയച്ച സമൻസ് പ്രകാരം വിവേക് ഹാജരായിരുന്നില്ല എന്നാണ് വിവരം. ഇഡി തുടർ നടപടി സ്വീകരിക്കാത്തതിലും അവ്യക്തതയുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടത് മാതൃഭൂമി ന്യൂസ് ചാനൽ പുറത്തുവിട്ട ഒരു വിവരമാണ് കേട്ടോ. എന്താ പറഞ്ഞത്? ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മകന് 2023 ഒരു സമൻസ് ഇഡി അയച്ചിട്ട് ഇതുവരെ അത് ഫോളോ അപ്പ് ചെയ്തതായിട്ട് അറിയില്ല എന്ന്. കേട്ടത് ശരിയാണല്ലോ? നമ്മുടെ കാത് കേട്ടത് ശരിയാണല്ലോ? എന്നാൽ നമുക്ക് അടുത്ത ദിവസം മാതൃഭൂമി തന്നെ പുറത്തുവിട്ട ഈ വാർത്ത കൂടി ഒന്ന് കേട്ടു നോക്കാം. നേരത്തെ സൂചിപ്പിച്ച ആ സൂപ്പർ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. വർഷം 2023. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന പേരിൽ ഒരു ഇഡി സമൻസ് വരികയാണ്. വർഷം 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകണം വിവേക് കിരൺ എന്നതാണ് ഇഡി സമൻസിലെ ആവശ്യം. പക്ഷേ ഈ 2 വർഷം മുൻപ് കിട്ടിയ ആ ഇഡി സമൻസിൽ ഒരു പ്രതികരണവും മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതായത് ആ സമൻസ് അനുസരിച്ച് ഇഡി ഓഫീസിൽ വിവേക് കിരൺ ഹാജരായില്ല. എന്തിനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന്റെ പേരിൽ ഇഡി ഒരു സമൻസ് അയച്ചത്? മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ്. സൂപ്പർ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണ് ഇഡി സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിൽ എന്നതാണ് വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിയുടെ മകന്റെ വിദ്യാഭ്യാസത്തിന് ലാവ്ലിൻ കമ്പനി ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലൻ പണം ചെലവഴിച്ചു എന്ന വിവരം കിട്ടിയതിന് പിന്നാലെയാണ് ഈ സമൻസ്. ഈ 2 വാർത്തകളും ഒരേ മാധ്യമം 2 ദിവസം അടുത്തടുത്ത 2 ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? നമ്മൾ സാധാരണ ജനങ്ങൾ സാധാരണയായിട്ട് ഈ വാർത്തകളെ ആശ്രയിക്കുന്നത് ഈ മാധ്യമങ്ങളാണ് തലേ ദിവസം പറഞ്ഞതിനെ പിറ്റേ ദിവസം മറ്റൊരു കഥയാക്കി പറയുന്നത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാവേണ്ടത്, ഇനി വരുന്ന ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കേരളത്തിൽ ഇനി ഇത്തരം കഥകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഞെട്ടിക്കൊണ്ടേയിരിക്കും. റെഡി ആയിക്കോളൂ. CBI വരും, ED വരും, ഇനി എന്തൊക്കെ കേന്ദ്ര ഏജൻസികളാണോ ബാക്കിയുള്ളത് അതെല്ലാം കേരളത്തിൽ കിടന്ന് നിരങ്ങും, ഉറപ്പാണ്. ഭരണകക്ഷിയായ CPM-നെ വേട്ടയാടാനായിട്ട് അവർ ഓരോരുത്തരായിട്ട് വരും. ഓരോ വാർത്തകൾ അങ്ങനെ ചമച്ചുണ്ടാക്കും. നമ്മൾ ഞെട്ടിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഒരു ദിവസം മുമ്പെയാണ് ഈ പറഞ്ഞ ഈ വാർത്ത വായിച്ച എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വലിയൊരു പത്രമുത്തശ്ശി നടത്തുന്ന വിഷ്വൽ മീഡിയ എന്ന് വന്നതാണ്. നമ്മുടെ ഈ മാധ്യമത്തിനെ പ്രത്യേകിച്ചും വാർത്തകളെല്ലാം അതിൻ്റെ സോഴ്സൊക്കെ സ്ഥിരീകരിച്ച് മാത്രം, അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം കിട്ടിയതിന് ശേഷം മാത്രമേ ഇവരൊക്കെ വാർത്ത കൊടുക്കുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ വളരെ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ധാരാളം പേര് അങ്ങനെ ഒരു കൺഫേംഡ് ന്യൂസിന് വേണ്ടി ആശ്രയിച്ചിരുന്ന ഒരു റൈറ്റിംഗ് മീഡിയ എന്ന് പറഞ്ഞാൽ സാധാരണ ന്യൂസ് പേപ്പറിൻ്റെ ഒരു വിഷ്വൽ മീഡിയയാണ് നമ്മളിപ്പോൾ കേട്ടത്. അവർക്ക് ഒരു ഉളുപ്പുമില്ല. ഇതാണ് കഥ. ആദ്യം പറയുന്നത് പിണറായി വിജയന്റെ മകന് ഒരു സമൻസ് അയച്ചിരിക്കുന്നു, ED ഒരു സമൻസ് അയച്ചിരിക്കുന്നു എന്നതിൽ അത് മുക്കിക്കളഞ്ഞു. അത് BJPയും പിണറായി വിജയനും തമ്മിലുള്ള ബാന്ധവത്തിന്റെ തെളിവാണ് എന്നുള്ളതിനൊരു ഉദാഹരണമായി 2 ദിവസം അത് ലൈഫ് മിഷൻ കേസിൽ കൈക്കൂലി കൈപ്പറ്റി എന്നാണ് പറഞ്ഞ് ഇവരങ്ങോട്ട് പറഞ്ഞു വരത്തി. പിന്നെ അതിനെ ആസ്പദമാക്കി ഗംഭീര ചർച്ച. നമ്മളാകെ കൺഫ്യൂഷനായി. ഇതെപ്പം പിടിക്കുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്ക് കണ്ടതാണ് കേട്ടോ, സ്വർണ്ണക്കള്ളക്കടത്ത്. ബൈബിളിന്റെ ഉള്ളിൽ സ്വർണം കടത്തി, ബന്ധപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണം കടത്തി, ലൈഫ് മിഷന്റെ പേരിൽ വലിയ കൈക്കൂലി വാങ്ങി തുടങ്ങി നിരവധി ആരോപണ ശരങ്ങൾ കൊണ്ട് നമുക്കറിയാം. സ്വപ്ന എന്നുള്ള കഥാപാത്രം, മറ്റേ ശിവശങ്കരൻ എന്നുള്ള കഥാപാത്രം, പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി അഴിമതി കഥകൾ. ഇനി നമ്മൾ കേൾക്കാത്ത പുകിലൊന്നുമില്ല. നമ്മൾ വിചാരിച്ചു ഈ തെരഞ്ഞെടുപ്പോടുകൂടി പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും അന്ത്യക്കുറിച്ചു എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന് റിസൾട്ടൊക്കെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ട് അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. സത്യത്തിൽ UDF അല്ല ഞെട്ടിയത്, ഈ LDF-കാർ തന്നെ തെറ്റിപ്പോയി. കാരണം 91 സീറ്റ് ഉണ്ടായിരുന്നു. 99 സീറ്റോടുകൂടെ വിജയശ്രീലാളിതനായി പിണറായി വിജയൻ തന്നെ വരുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഈ ജനം വിശ്വസിച്ചത് പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ ഭരണത്തെയായിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മാധ്യമങ്ങളങ്ങ് ഉണ്ടാക്കുന്ന ചില കൊഴുപ്പുകളുണ്ട് കേട്ടോ. മാധ്യമങ്ങളുടെ വാർത്ത എന്ന് പറയുന്നത് യഥാർത്ഥ വിവരങ്ങളെ, ജനങ്ങളെ, പൗരന്മാരെ അറിയിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത്, ഞാൻ നേരത്തെ ഇതിൻ്റെ തുടക്കത്തിൽ, വീഡിയോൻ്റെ തുടക്കത്തിൽ കാണിച്ച ഈ 2 വാർത്തകളുടെ ഒരു എന്താണ് പറയേണ്ടത്, ഒരു അർത്ഥശൂന്യതയെപ്പറ്റി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തൊരു അബദ്ധജടിലമായ വാർത്തയാണ് കഴിഞ്ഞ ഒരു ദിവസം. ഇത് ലൈഫ് മിഷനിൽ മുഖ്യമന്ത്രിയുടെ മകൻ
കൈക്കൂലി വാങ്ങിയതിനാണ് സമൻസ് അയച്ചത്. ആ സമൻസ് അയച്ചിട്ടും അയാൾ ഇഡിക്ക് മുന്നിൽ ഹാജരായില്ല എന്നവർ പറയുകയാണ്. അവരെല്ലാം കാര്യങ്ങളും അവർക്ക് കിട്ടുന്ന സോഴ്സുകളൊന്നും പുറത്ത് പറയാൻ ഈ മാധ്യമങ്ങൾക്ക് ബാധ്യതയില്ല. അതെല്ലാം ഒരു രഹസ്യമാണ്. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യമാണ് തീർച്ചയായിട്ടും. ആ ഒരു സ്വാതന്ത്ര്യം വെച്ചിട്ട് അവരങ്ങ് അടിച്ച് കലക്കി ജനങ്ങളാകെ പിന്നെ പ്രതിപക്ഷത്തിന് കിട്ടേണ്ട ആവശ്യമുള്ളൂ. അവരതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു 24 മണിക്കൂർ അതിൻ്റെ പുറകെയായിരുന്നു. മുഖ്യമന്ത്രി കള്ളനാണ്, മുഖ്യമന്ത്രിയുടെ മകൻ കള്ളനാണ്, ഭാര്യയും കുടുംബവും മകളും അങ്ങനെ അടക്കം ആക്ഷേപിച്ച് ഇന്ന് രാവിലെ ഇപ്പോഴേക്ക് അവർ കഥയൊന്നങ്ങ് മാറ്റിപ്പിടിച്ചു. ട്വിസ്റ്റ് അതങ്ങ് ക്ലച്ച് പിടിക്കാതെ വന്നതാണോ എന്നറിയില്ല. അപ്പോൾ പറഞ്ഞു ഇത് ആ കഥയായിട്ടല്ല, ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഡാമേജ് എന്തായി എന്നറിയില്ല കേട്ടോ. ഇത് 1995 കാർത്തികേയൻ്റെ കാലഘട്ടത്തിൽ ലാവനിൽ നിന്നൊരു കമ്പനിയായിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് പള്ളിവാസൽ അവിടെയൊക്കെ ഈ ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ കറണ്ടിൻ്റെ ആധുനികവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരാറിലും ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഒപ്പിട്ടുണ്ടായിരുന്നു. അത് 1997 മറ്റോ ആണെന്ന് തോന്നുന്നു. പിണറായി വിജയൻ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരിക്കുന്ന സമയത്ത് കരാറിൽ ഒപ്പിടുന്നു. പിന്നീട് അതിൽ വലിയൊരു വിവാദം ഉണ്ടാകുന്നു. അത് വലിയ തോതിലുള്ള കൈക്കൂലിയും വലിയ തോതിലുള്ള പണവും കൈമാറിയിട്ടുണ്ട്, വലിയ അഴിമതി നടന്നിട്ടുള്ള ആക്ഷേപം വരുമ്പോൾ 2006 ഉമ്മൻചാണ്ടി അവസാനമായിട്ട് ഇത് കൈയൊഴിഞ്ഞ് പോവാണ്. ഭരണം വിട്ട് ആ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഇത് CBIക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പിന്നീടുണ്ടായ സംഭവം നമുക്കറിയാം. LDF ആണ്. കാരണം ഇങ്ങനെ CBIയിലേക്ക് കൊടുത്തിട്ടും ആ ഇലക്ഷന് ജയിച്ചത് എന്തുണ്ടായി? LDF ആണ് ജയിച്ചത്. LDF അധികാരത്തിൽ വന്നപ്പോൾ അവർ ഈ കേസിനെ തേച്ചുമാച്ച് കളയാനായിട്ടും ഇതിൻ്റെ ആവശ്യമില്ലെന്ന് പറയുന്നു. പക്ഷേ 2009 തന്നെ ഈ കേരള ഹൈക്കോടതി ഇത് CBIക്ക് ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. തന്നെ 2009 തന്നെ ഗവർണർ പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അനുമതി കൊടുക്കുന്നു. പിന്നീട് ഉണ്ടാവുന്ന ഒരു കഥയാണ് 2013 ഈ CBI കോടതി അന്വേഷിച്ച് പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കുന്നു. 2017 ഹൈക്കോടതിയുടെ തന്നെ ഹയർ ബെഞ്ച് ആ ലോവർ ബെഞ്ചിന്റെ ഡിസിഷനെ അപ്ഹോൾഡ് ചെയ്യുന്നു. വീണ്ടും 2017 CBI അതിനെതിരായിട്ട് അപ്പീൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുന്നു. ഇപ്പോൾ വർഷം വിട്ട് കഴിഞ്ഞു. 40ഓളം സിറ്റിംഗ് ആ ലാവനിൻ കേസ് എടുത്തിട്ട് മാറ്റി വെച്ച് എന്തിനാ മാറ്റിയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ആരോട് ചോദിച്ചാലും അറിയില്ല. EDക്കും അറിയില്ല, സുപ്രീം കോടതിക്കും അറിയില്ല, പിണറായി വിജയനും അറിയില്ല. നമ്മൾ പൊട്ടന്മാർ. അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയിട്ടുള്ള വിധി നിലവിലുണ്ട്. പക്ഷെ അപ്പീൽ സുപ്രീം കോടതിയിൽ നിലവിലുണ്ടാവുന്നുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തിനും തൊട്ട് മുമ്പായിട്ട് ഈ ലാവലിൻ പൊന്തി വരും. ഇതിനി എത്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ ലാവലിൻ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇനി 5-8 മാസമല്ലേ ഉള്ളൂ. അപ്പം ലാവലിനും ഇരിക്കട്ടെ എന്ന് കരുതി ഇതാ വരുന്നു. ഇത് 2023 പിണറായി വിജയൻ്റെ മകന് ഈ CD സമൻസ് അയച്ചത് അതെന്തിനാണ്, ഏത് കേസിനാണെന്ന് സമൻസിലുമില്ല. ഈ കേട്ടറിവിലുള്ള സഖാവ് MA ബേബിക്ക് പോലും അറിഞ്ഞുകൂടാ. അങ്ങനെ വന്നിരുന്നു എന്ന് പറയുന്നു. അതിന് പിന്നീടൊരു തുടർച്ചയുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അതിലൊരു കഴമ്പില്ല എന്ന് കണ്ട് ED തന്നെ പിന്മാറിയതാകും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. നമുക്ക് മനസ്സിലാവുന്നില്ല അത് കഴമ്പില്ലാത്ത കാര്യമാണ്. കാരണം ED എടുത്ത കേസുകളൊന്നും തന്നെ അതിൻ്റെ കൺവിക്ഷൻ റേറ്റ്, കാരണം ഒരു 100 കേസ് എടുത്താൽ ഒരു കേസ് പോലും ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വിചിത്ര സംഭവമുണ്ട്. കാരണം ഇത് കേന്ദ്രത്തിലെ ഭരണത്തിലുള്ള അധികാരത്തിലുള്ള ഏത് കക്ഷിയാണോ അവരുടെ എതിർപക്ഷത്തുള്ള നേതാക്കളെ അടിച്ചൊതുക്കാനും അവരെ എന്നേക്കുമായും ഇല്ലാതാക്കാനും ഉപയോഗിക്കുന്നതാണെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ടെന്നും കൂട്ടിലടക്കപ്പെട്ട തത്തയാണെന്നൊക്കെയുള്ള വിമർശനം നിലനിൽക്കുമ്പോഴാണ് ഈ സംഭവം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ ഈ പറയുന്നത് ഇനി വരുന്ന 5-8 മാസം കേരളത്തിലെ ജനങ്ങൾ പലതും കേൾക്കേണ്ടി വരും, കാണേണ്ടി വരും. ആ കണ്ടതൊന്നാണ് ഇപ്പൊ ഷാഫിക്ക് അടി കിട്ടിയ സംഭവം. നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് ഷാഫി സമാധാനപരമായി ഇരുന്നുകൊണ്ട് ഒരു സമരം നടത്തിയാൽ ആരെങ്കിലും അറിയാൻ പോകും? അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകണം, അടി കിട്ടണം. അത് തന്നെയാണ് അവർക്ക് ആവശ്യം. അടി കിട്ടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാണണം. പക്ഷേ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശാന്തമായിരിക്കൂ, നിങ്ങളുടെ ലാത്തിയൊക്കെ പോക്കറ്റിലിട്ട് സുരക്ഷിതമായിരുന്ന് അവരുടെ അടി കൊള്ളണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ചെയ്യില്ലായിരിക്കും. അവരും ഒരു ഘട്ടത്തിൽ വീശി കാണും, അത് കൊണ്ടു കാണും MPക്ക് എന്നുള്ളതായിരിക്കും സത്യം. എന്തായാലും നടന്നു. ഇനി വരുന്ന ആളുകൾ ഈ അക്രമാസക്തമായ ഒരുപാട് സമരങ്ങൾ നമ്മൾ കാണേണ്ടി വരും. നമ്മൾ വോട്ടർമാർ ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ, ജീവിത സാഹചര്യങ്ങളോ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസമോ പൊതുജന ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളോ ജീവിത പ്രശ്നങ്ങളോ ചർച്ച ചെയ്യുന്നതിന് പകരം ഇത്തരം ചില ഈ തെമ്മാടി കഥകൾ പറഞ്ഞ് നമുക്ക് ഇനി ഒരു 5-8 മാസം ചെലവഴിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ വോട്ടർമാർ വോട്ട് ചെയ്യും, ആരെങ്കിലും ജയിക്കും, ആരെങ്കിലും മുഖ്യമന്ത്രിയാവും. അപ്പോഴും പൊതുജനം കഴുതയായി തന്നെ തുടരേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ താങ്ക് യു.